കഥ തുടരുന്നു. അതോടെ റബേക്ക ഉമയുടെ കിടക്കക്കരികിൽ ഇരുന്നു. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വെച്ച് നിന്നെ ആദ്യമായി കണ്ടതാ ഉമ ഇപ്പോൾ ഞാൻ ഓർക്കണത്. കാഞ്ഞിരപ്പള്ളിക്കാരി ജോർജീനയ നിന്നെ എനിക്ക് കാണിച്ചു തന്നത്. മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയ സുന്ദരി, കണ്ണൂർക്കാരി, ബ്രാഹ്മണക്കുട്ടി. കേട്ടപ്പോൾ ഇത്തിരി പത്രാസ് പ്രതീക്ഷിച്ചതാ. പക്ഷേ സെറിൻ എന്ന പദത്തിൻ്റെ പര്യായമായ പെൺകുട്ടി. അന്നൊക്കെ ഞങ്ങൾ മോനിഷ ഉണ്ണി എന്നാണ് നിന്നെ വിളിച്ചിരുന്നത്. നല്ല റിസംബ്ലൻസും ഉണ്ടായിരുന്നു. ചെക്കന്മാർ നിന്നോട് മിണ്ടാൻ കൊതിച്ചു. പ്രൊഫസർമാർ മറ്റാർക്കും നൽകാത്ത ആനുകൂല്യങ്ങളും ഇളവുകളും നൽകി. ഞാനും ജോർജീനയുമായിരുന്നു ആൺപിള്ളേരെക്കാൾ തലയെടുപ്പുള്ള അന്നത്തെ സീനിയേഴ്സ് പടക്കുതിരകൾ. ഞങ്ങൾക്ക് പോലും നിന്നോട് ആരാധനയായിരുന്നു. റാഗിങ്ങിൽ ഞങ്ങൾ നിനക്ക് റിസർവേഷൻ നൽകി. ഉമ കണ്ണുകൾ പൂട്ടി നിശബ്ദം കിടന്നു. DGO കഴിഞ്ഞതും ആദ്യം ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ വെച്ച് പ്രണയത്തിലായ ഒരു ഡോക്ടറോടൊപ്പം ഒരു തരത്തിലുള്ള വിവാഹ ഉടമ്പടികളിലും ഒപ്പുവയ്ക്കാതെ ലിവിങ് ടുഗദറിന് തയ്യാറായെന്ന് കേട്ടപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനായില്ല. ഞാനന്ന് തൃശ്ശൂരിലായിരുന്നു, സൈമണിച്ചായൻ്റെ ഒരു ബന്ധുവിൻ്റെ ഹോസ്പിറ്റലിൽ. പിന്നെയും ഒരുപാട് തവണ ഈ ഉമാമഹേശ്വരി എന്നെ ഞെട്ടിച്ചു. ആകെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല മോളെ. നിനക്ക് ഭ്രാന്താണോ? മിനിമം ഒരു സൈക്കാട്രിക് കൗൺസിലിനെങ്കിലും നീ വിധേയാവണോ ഉമ? ഉമ ശബ്ദിച്ചതേയില്ല. അപ്പോഴേക്കും അമ്മുവിനെയും കൊണ്ട് ബാലു വാതിൽക്കലെത്തി. കിടക്കയുടെ അരികിലെത്തിയ കുട്ടി പെട്ടെന്ന് വിങ്ങിക്കരഞ്ഞു. അമ്മേ, ഞാനിനി അച്ഛയ്ക്കൊപ്പം പോകണില്ല കേട്ടോ. അമ്മയോടൊപ്പം നിന്നോളാം. മോളോട് പിണങ്ങല്ലേ അമ്മേ. കണ്ണുകൾ തുറക്കുകയോ ആ അപേക്ഷ കേട്ട ഭാവം നടിക്കുകയോ ചെയ്തില്ലെങ്കിലും ഉമ്മയുടെ മുഖത്ത് നിശ്ചലജലത്തിൽ കല്ല് വന്ന് വീണതുപോലെ ഒരു ചുറ്റോളം ദൃശ്യമായി. അമ്മേ, ഒന്ന് കണ്ണു തുറക്കമ്മേ. അമ്മയുടെ അമ്മൂട്ടിയല്ലേ വിളിക്കണത്. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. അപൂർവ മനധൈര്യം ഉള്ളവളായിരുന്നിട്ടും റബേക്കയുടെ കണ്ണുകൾ കലങ്ങി. അവൾ അമ്മുവിനെ വാരിപ്പിടിച്ചു. അമ്മ സെഡേഷനില്ല മോളെ. എന്നുവെച്ചാൽ എന്താ? അമ്മു പൊട്ടിക്കരഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് ജീവനില്ലേ? അങ്ങനെ പറയരുത് അമ്മു. റബേക്കയുടെ തൊണ്ടയിടറി. അമ്മ മയക്കത്തിലാ. ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ. മോള് അച്ഛൻ്റെ ഒപ്പം പോയിട്ട് വരൂ. അമ്മ ഉണരുമ്പോൾ ആൻറ്റി അറിയിക്കാം. അന്നേരം വന്ന് കാണാമല്ലോ. ചോദ്യഭാവത്തിൽ കുട്ടി അച്ഛനെ നോക്കി. ശരിയാണ് മോളെ എന്ന ഭാവത്തിൽ ബാലു തലകുലുക്കി. മകളുടെ കൈ പിടിച്ച് അയാൾ പുറത്തേക്ക് പോയി. വാതിലടഞ്ഞ ശബ്ദം കേട്ടതോ ഉമ്മ കണ്ണുകൾ തുറന്നു. ആ മിഴികൾ കയങ്ങളായിരുന്നു. എങ്കിലും റബേക്കയ്ക്ക് ഒരലിവും തോന്നിയില്ല. ഉമാമഹേശ്വരി അല്പം മുമ്പ് പറഞ്ഞു എന്നോട് വെറുപ്പാണെന്ന്. ഇപ്പോൾ എനിക്ക് ഇയാളോട് വെറുപ്പാണ് തോന്നുന്നത്. അവൾ എഴുന്നേറ്റ് മുറിവേട്ട് പോകാൻ തുടങ്ങി. തൃപ്തിയായി എനിക്ക്. ഇപ്പോൾ ഒരാളെ കൂടി വെറുപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. ഒരിക്കലും എന്നെ വെറുക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ച ഒരാളെ എല്ലാവരും എന്നെ വെറുത്ത് വിട്ടുപോയി കളയുമ്പോൾ എനിക്കും എന്നെ വെറുക്കാലോ. അത്ര മോശ ഉമാമഹേശ്വരി. റബേക്ക പൊടുന്നനെ തിരിഞ്ഞു നിന്നു. എന്താ പൊന്നുമോളെ നിനക്ക് പറ്റിയത്? എൻ്റെ അടുത്തെങ്കിലും ഒന്ന് പറയടി. നീ വെറുക്കപ്പെടേണ്ട ഒരുത്തിയല്ലെന്ന് എനിക്കറിയാം. പ്ലീസ് ഉമ. ഇല്ല റബേക്ക, ഒരിക്കലും ഞാനത് പറയില്ല. ആരും എൻ്റെ സങ്കടം അറിയണ്ട, ആരും. അവൾ വീണ്ടും കണ്ണുകൾ അടച്ചു. അടഞ്ഞ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ചാലുകൾ പുറപ്പെട്ട് താഴേക്കൊഴുകി. അപ്പോൾ റബേക്കയുടെ മൊബൈൽ ശബ്ദിക്കാൻ ആരംഭിച്ചു. നോക്കുമ്പോൾ ബാലഗോപാലാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായി. അതോടെ ഫോണുമായി അവൾ പുറത്തേക്കിറങ്ങി. ഞാൻ ബാലുവാണ് ഡോക്ടർ. ഉമ്മയ്ക്ക് എന്താണ് പറ്റിയത്? അവൾ വല്ലതും പറഞ്ഞോ? ഇല്ല ബാലു, ലീവ് ഹെയർ. അവളൊന്നും പറയില്ല. നിർബന്ധിക്കുന്നത് ശരിയല്ല. സ്വന്തം ഹൃദയ രഹസ്യം ഒളിച്ചു വയ്ക്കാനുള്ള അവകാശമുണ്ടല്ലോ ഒരു പൗരന്, പ്രത്യേകിച്ചും അത് മറ്റാർക്കും ഉപദ്രവമുണ്ടാക്കാത്ത സ്ഥിതിക്ക്. ശരി ഡോക്ടർ, ഞാനത് വിടുന്നു. ബാലു ഇപ്പോൾ എവിടെയാണ്? ഞങ്ങൾ ഫ്ലാറ്റിലെത്തി. അമ്മു ശാന്തയാണോ? അവൾ ഉറങ്ങുകയാണ് ഡോക്ടർ. ഇന്നലെ കുറച്ച് ഉറക്കം വിളിച്ചതല്ലേ. പൊടിക്കുഞ്ഞ അവൾ. എന്നാലും അച്ഛനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാവും സങ്കടം ഒതുക്കുന്നുണ്ട്. അതോ ഉമ്മയുടെ പെരുമാറ്റം അവളെ അമ്മയിൽ നിന്ന് അകറ്റിയതാണോന്നും അറിയില്ല. ഉമ്മ മനഃപൂർവ്വം നമ്മയൊക്കെ അവളിൽ നിന്ന് അകറ്റുകയാണ് ബാലു. പക്ഷേ അതിന് കാരണമുണ്ട്. എന്തോ അവൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബാലുവെങ്കിലും അവളിൽ നിന്ന് അകലരുത്. ഇല്ല ഡോക്ടർ, ഉമ്മ ഇപ്പോഴും എനിക്ക് പ്രിയപ്പെട്ടവളാണ്. ബാലു ഒരു കാര്യം ശ്രദ്ധിച്ചുവോന്ന് എനിക്കറിയില്ല. ഉമ്മയുടെ എല്ലാ കാര്യങ്ങളും ഏത് സമയത്തും ഇടപെട്ടിരുന്ന ഒരാളെ ഇന്നലെ രാത്രി ആ സൂയിസൈഡിങ് അറ്റംപ്റ്റിന് ശേഷം കണ്ടിട്ടേയില്ല. താരനാഥനെയല്ലേ? അതെ. ഉമ്മയുടെ അച്ഛനും അമ്മയ്ക്കും അയാൾ സ്വന്തം മകനായിരുന്നല്ലോ. ആ സ്ഥിതിക്ക് ഉമ്മയ്ക്ക് സംഭവിച്ച ഈ അബദ്ധത്തെക്കുറിച്ച് അവർ അയാളെ അറിയിക്കാതിരിക്കാൻ ന്യായമില്ല. പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ അയാളെ ഇവിടേക്ക് കണ്ടിട്ടില്ല. ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ആബ്സെൻസാണ് ആ കഥാപാത്രത്തിൻ്റേത്. ബാലുവിൽ നിന്ന് മറുപടി ഉണ്ടായില്ല. യെസ് ബാലു, ഞാൻ പിന്നീട് വിളിക്കാം. റോൺസിന് സമയമായി. റബേക്ക ആ കാൽ മുറിച്ചു. വൈകുന്നേരമാണ് അമ്മു ഉണർന്നത്. അച്ഛനും മകളും ഒരുമിച്ചിരുന്ന് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന പാഴ്സൽ ലഞ്ച് കഴിച്ചു. റബേക്ക ആൻറ്റി അച്ഛനെ വിളിച്ചായിരുന്നോ? കയ്യും വായും കഴുകി കഴിഞ്ഞപ്പോൾ അമ്മു തിരക്കി. അവൾക്ക് അമ്മയെക്കുറിച്ച് അറിയണമെന്ന് ബാലുവിന് മനസ്സിലായി. മോളൂ, അമ്മ ഉണർന്നു. പക്ഷേ ക്ഷീണം കൊണ്ട് ഇടയ്ക്കിടെ വീണ്ടും മയങ്ങും.
ഒരാഴ്ച കഴിയുമ്പോൾ പൂർണ്ണ സുഖമാവുന്ന റബേക്ക ആൻറ്റി പറഞ്ഞത്. അതുകൊണ്ട് നമുക്കിനി ഒരാഴ്ച കഴിഞ്ഞ് പോയാൽ മതി. അതിനിടയിൽ മോളുടെ ക്ലാസ്സുകൾ കളയാൻ പറ്റില്ല. നാളെ മുതൽ മമ്മാസിൽ പോകണ്ടേ? പോണോ? പോണം. ഇല്ലെങ്കിൽ അമ്മയും അച്ഛനെ പോലെ ഡോക്ടറാവാൻ പറ്റില്ല. എനിക്ക് ഡോക്ടർ ആവണ്ട അച്ഛാ. പിന്നെ എനിക്ക് മീനു ആൻറ്റീനെ പോലെ ആയാൽ മതി. മീനു വെപ്പുകാരിയല്ല അമ്മോ. നമ്മുടെ വീട്ടിലെ മാത്രമല്ല, മറ്റു രണ്ടിടത്തേയും കൂടി ജോലി ചെയ്യുന്നുണ്ട് മീനു. പക്ഷേ നല്ല സ്നേഹമുള്ള ആൻറ്റിയാ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതൊക്കെ നമുക്ക് വലുതാകുമ്പോൾ ചിന്തിച്ചാൽ പോരെ. മീനുൻ്റെ എത്രയാവുമ്പോൾ തൽക്കാലം നമുക്ക് ക്ലാസ്സൊന്നും കളയണ്ട. മീനു ക്ലാസ്സൊന്നും കളയാതെ പഠിച്ചുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ ഹൗസ് മെയ്ഡായത്. അതുകൊണ്ട് നാളെ മുതൽ മോള് മമ്മാസിൽ പോകണം. എന്താ? അത്ര സന്തോഷമൊന്നും കൂടാതെ അമ്മ തലകുലുക്കി. രാത്രി അവർ കരയാതെ ഉറങ്ങി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് യൂണിഫോം അണിഞ്ഞ് സ്കൂളിൽ പോകാൻ റെഡിയായപ്പോൾ ആ മുഖം മങ്ങി, ചുണ്ടുകൾ വിതുമ്പി. എനിക്ക് അപ്പോട്ടിനെ കാണണോച്ചാ. ബാലുവിന് അപ്പുവിൻ്റെ ഓർമ്മ വന്നിരുന്നു. രാവിലെ രണ്ടുപേരും ഒരുമിച്ചാണ് സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്നത്. അയാളുടെ തൊണ്ടയിൽ സങ്കടം തളഞ്ഞു, കണ്ണുകൾ തുളുമ്പി. നമുക്ക് അപ്പേട്ടൻ്റെ സ്കൂളിൽ പോയി അപ്പേട്ടൻ വന്നിട്ടുണ്ടോ എന്ന് തിരക്കാൻ മോളൂ. അപ്പേട്ടൻ്റെ സ്കൂളിൽ പോയിട്ട് മതി മമ്മാസിൽ പോവാൻ. ശരിയമ്മോ? അത് ബാലുവിൻ്റെ കൂടി ആവശ്യമായിരുന്നു. അപ്പുവിൻ്റെ സ്കൂളിൽ ക്ലാസ് ആരംഭിക്കും വരെ ആ അച്ഛനും മകളും ഗേറ്റിനരികിൽ കാറിനകത്ത് കാത്തിരുന്നു. അവൻ പക്ഷേ വന്നില്ല. അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയ ശേഷമേ അപ്പേട്ടനെ സ്കൂളിലേക്ക് അയക്കുമോളെ. ബാലു മോളെ സമാധാനിപ്പിക്കാൻ നോക്കി. എങ്കിൽ ഞാനും എന്നിട്ടേ മമ്മാസിൽ പോകണുള്ളൂ. മോളുടെ ക്ലാസ് പോവും, അപ്പേട്ടൻ്റെ ക്ലാസ് പോവില്ലേ? ബാലു നിസ്സഹായനായി. ക്ലാസ്സിൽ പോയി കൂട്ടുകാരുമായി ചേരുമ്പോൾ അമ്മയെക്കുറിച്ചുള്ള അമ്മുവിൻ്റെ വ്യസനം അകലുമല്ലോ എന്നാണ് അയാൾ ആഗ്രഹിച്ചത്. നമുക്ക് പോവാച്ചാ. അമ്മു തിരുക്കം കൂട്ടി. മകളെയും കൊണ്ട് വീണ്ടും ഫ്ലാറ്റിലേക്ക് പോവാൻ ബാലുവിന് വിഷമമായി. ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങൾ അവളിൽ നിന്നുണ്ടാവും. അവ തന്നെയും വീർപ്പ് മുട്ടിക്കും. ഭാഗ്യത്തിന് അപ്പോൾ അയാളുടെ മൊബൈൽ ശബ്ദിച്ചു. അമ്മ സരളയായിരുന്നു. നീ എവിടെയാ ബാലു? തിരിച്ചു വിളിക്കാമെന്ന് നീ പറഞ്ഞിട്ട് ഇതുവരെയും വിളിച്ചില്ലല്ലോ. മോനെ, സമാധാനം കിട്ടാഞ്ഞിട്ട് നിൻ്റെ ചേച്ചി മായയെയും കൂട്ടി ഞാനിങ്ങോട്ട് പോന്നു. ഇങ്ങോട്ട് പോന്നോ? എന്നിട്ട് എവിടെയാ അമ്മ ഇപ്പോൾ? ഉമ്മയെ അഡ്മിറ്റ് ചെയ്തിരിക്കണ ഹോസ്പിറ്റലിൽ. ഹിമയോട് ഫോണിൽ തിരക്കിയ സ്ഥലം കണ്ടുപിടിച്ചത്. പക്ഷേ ഉമ്മയെ ഒന്ന് കാണാൻ അവളുടെ അച്ഛനും ഉമ്മയും സമ്മതിച്ചില്ല മോനെ. ഞങ്ങൾ അവരുടെ പദവിക്ക് ചേരില്ലല്ലോ. അപ്പോൾ മോനെ എന്നെ കൊണ്ട് ഓടി വന്നതാ. ഉമ്മയുടെ അമ്മ കൊച്ചിനെ പിടിച്ച് വലിച്ച് മുറിക്കകത്തേക്ക് കൊണ്ടുപോയി. ഞങ്ങളിപ്പം പുറത്ത് ഇറങ്ങി നിൽക്കുക. ഉമ്മയും ഞാനും പിരിഞ്ഞു അമ്മേ. മക്കളെയും പങ്കുവച്ചു. അപ്പോൾ ഉമ്മയുടെ വീതത്തിലാണ്. അമ്മ എൻ്റെ ഒപ്പമുണ്ട്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരാം. അമ്മയും ചേച്ചി അവിടെ തന്നെ നിന്നോളൂ. ഹോസ്പിറ്റൽ ഗേറ്റിൽ നിന്ന് ബാലു അവരെ പിക്ക് ചെയ്തു. അച്ഛമ്മയെ കണ്ടതും അമ്മുവിൽ ആശ്വാസമായി. പിന്നിലെ സീറ്റിൽ ആ നെഞ്ചോടൊട്ടി അവൾ മയങ്ങി. ഒരു 3 ബെഡ്റൂം ഫ്ലാറ്റായിരുന്നു അത്. ബാലുവിൻ്റെ ഒരു സ്നേഹിതൻ്റെ വക. അയാളും കുടുംബവും കുവൈറ്റിലാണ്. ഫ്ലാറ്റ് വാടകയ്ക്ക് നൽകുന്ന ശീലം കക്ഷിക്കില്ല. ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കൾക്ക് താൽക്കാലിക താമസത്തിന് വിട്ടുകൊടുക്കാറുണ്ടെന്ന് മാത്രം. ഫ്ലാറ്റിലെത്തിയ ശേഷമാണ് ബാലുവിൻ്റെ മൂത്ത ചേച്ചിയായ മായ സംസാരിക്കാൻ തുടങ്ങിയത്. എന്ത് തരം സ്ത്രീയാ ബാലു നിൻ്റെ ഭാര്യയുടെ അമ്മ? ഉമ്മയെ ഒരു നോക്ക് കാണാൻ സമ്മതിച്ചില്ലെന്ത് പോട്ടെ. ഞങ്ങളുടെ എന്തൊക്കെയാ പറഞ്ഞത്? ലോ ക്ലാസ് എന്ന വാക്ക് പലവട്ടം ആവർത്തിച്ചു. അതൊക്കെ ഞാൻ ക്ഷമിച്ചു. ഞങ്ങൾ അമ്മയും പെൺമക്കളും മോശമായി ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ സഹിക്കുമോ? അവരുടെ മകളുടെ ഭർത്താവിൻ്റെ അമ്മയും സഹോദരിമാരുമല്ലേ മോനെ ഞങ്ങൾ. മായ, അമ്മ സരളത്താക്കിയതിൽ മകളെ വിളിച്ചു. അവിടെ കേട്ടോന്ന് ഇവിടെ വന്ന് വിളമ്പരുതെന്ന് നിന്നെ ഞാൻ പ്രത്യേകം ഓർപ്പിച്ചതാണ് കേട്ടോ. ബാലുവും തമ്മിൽ പിരിഞ്ഞുവല്ലോ. ഇനി നമ്മൾ അവരെപ്പറ്റി ഒരക്ഷരം മിണ്ടേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തി. അല്ലെങ്കിലും അവരെ കുറ്റപ്പെടുത്തി നമ്മളൊന്നും പറയാറില്ലല്ലോ അമ്മേ. അവർ നമ്മളെയല്ല ആക്ഷേപിക്കുന്നത്. മുമ്പായിരുന്നെങ്കിൽ അവർ എന്ത് പറഞ്ഞാലും ഭാവിച്ചാലും ബാലുവിൻ്റെ മുന്നിൽ ഞാൻ ഒരക്ഷരം മിണ്ടാറില്ലായിരുന്നു. ബാലുവും ഉമ്മയും തമ്മിൽ കശപ്പിച്ചില ഉണ്ടാകണ്ടെന്ന് വെച്ചാൽ ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവർ പിരിഞ്ഞില്ലേ. ഇനി മുതൽ നമ്മൾക്കെതിരെ ഒരു വാക്കും മിണ്ടേണ്ട കാര്യം അവർക്കില്ല. നമ്മളത് ക്ഷമിക്കേണ്ട കാര്യവുമില്ല. ബാലുവും ഉമ്മയും പിരിഞ്ഞെങ്കിലും ഉമ്മ പെറ്റ ഒരു കുഞ്ഞ് നമ്മളോടൊപ്പം ഉണ്ടല്ലോ മോളെ. പെറ്റമ്മയെ അമ്മയെ ആളുകളെയും കുറിച്ച് കുറ്റപ്പെടുത്തി പറയുന്നത് കേട്ടാൽ അതിന് സങ്കടമാവില്ലടി. അതിന് മോൾ ഉറങ്ങില്ല അമ്മേ. അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത്. കുറച്ചൊന്നുമല്ല എൻ്റെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കണത്. എൻ്റെ ബാലുവിനെ ഓർത്ത് ഞാൻ നെഞ്ചിനുള്ളിൽ അമർത്തുക. സംസാരിച്ചു കൊണ്ടിരുന്നിടയിൽ പെട്ടെന്നുമായ വിഷയം മാറ്റി. മോനെ ബാലു, ചുമയുടെയും പനിയുടെയും ജലദോഷത്തിൻ്റെയും തൊണ്ട നമ്പരത്തിൻ്റെയും ഒക്കെ കുറച്ച് സാമ്പിൾ മെഡിസിൻസ് വേണോട്ടോ ചേച്ചിക്ക്. രാജുവേട്ടൻ പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുമുണ്ട്. മഴക്കാലമല്ലേ വരാൻ പോണത്. മെഡിക്കൽ റിപ്പുകൾ കൊണ്ടുതരുന്ന സമ്മാന പാക്കറ്റുകളുണ്ടെങ്കിൽ അതും കുറച്ച് മായേച്ചിയുടെ ബാഗിലെടുത്ത് വെച്ചോ. പിള്ളേർ പറഞ്ഞിട്ടാടാ. 5ൻ്റെ ട്രെയിനിന് എന്നെ കാറിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തേച്ചാ. 9:30 എനിക്ക് അങ്ങ് എത്താം.
ബൈക്കുമായി രാജേട്ടൻ സ്റ്റേഷനിൽ വന്നോളും. അപ്പോൾ ഇന്ന് തന്നെ നീ അങ്ങ് തിരിച്ചു പോകുവാണോ? സരള അത്ഭുതത്തിൽ മകളെ നോക്കി. ഇങ്ങനെ വേവലാതി പിടിച്ചോടാൻ അവിടെ കൈക്കുഞ്ഞുങ്ങളൊന്നുമില്ലല്ലോ പെണ്ണേ. കൈക്കുഞ്ഞുങ്ങളില്ലെങ്കിലും പ്രായം തികഞ്ഞ 2 പെൺപിള്ളേരില്ലേ അമ്മേ. രാജുവേട്ടനാണെങ്കിൽ ഞാൻ വീട്ടിലില്ലെങ്കിൽ പരാതിയാ. എന്തിനും ഞാൻ പുറകെ നടക്കണം. അമ്മ പിന്നെ ഇവിടെ നിൽക്കാൻ വന്നതാണല്ലോ. ഞാൻ കൂടി എന്തിനാമ്മേ ഇവിടെ? 1 മാസം അമ്മ ഇവിടെ നിൽക്ക്. അമ്മമ്മോൾ പഴയപടിയാവട്ടെ. 1 മാസമല്ല, ഞാൻ ഇനി സ്ഥിരമായി ഇവിടെ നിൽക്കാൻ പോകുക. ഒരു പെൺകുഞ്ഞല്ലേ ഇത്. അതിന് തനിച്ചാക്കിയിട്ട് ബാലുവിനെ ആശുപത്രിയിൽ പോകാൻ പറ്റുമോ? ഇല്ലെങ്കിൽ അവർ വീണ്ടും കല്യാണം കഴിക്കണം. അത് ഈ ജന്മത്തിൽ നടക്കില്ല അമ്മേ. മായ ചിരിച്ചു. ഉമ്മയെ മറന്നിട്ട് നമ്മുടെ ബാലുവിന് ഒരു ജീവിതം ഉണ്ടാകും അമ്മേ. പക്ഷേ ഇവൻ നോക്കി നിൽക്കെ അവൾ വേറെ കല്യാണം കഴിക്കും. നോക്കിക്കോ. ഇപ്പം തന്നെ ഒരാളുടെ കേൾക്കുന്നു. നീ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട, സരള ശാസിച്ചു. ഞാനായി ഒന്നും പറയുന്നില്ല. ആ സാമ്പിൾ മെഡിസിൻസ് ഉണ്ടെങ്കിൽ ഒരു കൊച്ചു ബാഗിൽ കുറച്ചെടുത്തതാ ബാലു. മായ സഹോദരൻ്റെ നേർക്ക് തിരിഞ്ഞു. ഉമ്മയുടെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഞാൻ ഒന്നും കൊടുത്തില്ല മായേച്ചി. എൻ്റെ മോളുടെ ഡ്രസ്സുകളും മോളുടെ നഴ്സറി ബുക്സും ഒഴിച്ച്. അയ്യോ, അപ്പം നീ നിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും അവിടെ കാൽച്ചോട്ടിൽ എറിഞ്ഞിട്ടാണോ മോനെ പോകുന്നത്? കൊള്ളാം, നിൻ്റെ ഗതി അധോഗതി ഇല്ലേ? കുടുംബത്തിലാകെയുള്ള ഒരാൺതരിയാണെന്നല്ലോ ഓർത്താ കാണുമ്പോഴൊക്കെ ഞാൻ ഓരോന്ന് ചോദിക്കുന്നത്. സാരമില്ല, മിഥുനമാസമായത്. കർക്കിടപ്പിഴിച്ചിലിന് കോട്ടയത്ത് പോകാൻ രാജുവേട്ടന് കഴിഞ്ഞ ആണ്ട് കൊടുത്ത രൂപയെങ്കിലും നീ തന്നയക്കണം. ഹെവി അടിക്കുന്ന ആളാ. അന്നത്തെ അപകടം കഴിഞ്ഞപ്പം 3 ആണ്ടെങ്കിലും മുടങ്ങാതെ പിഴിച്ചിൽ കഴിക്കണമെന്ന് വൈദ്യം പറഞ്ഞതാ. 2 പെൺകുട്ടികൾ കല്യാണപ്രായം തികഞ്ഞു വരുന്നു. ആ മനുഷ്യന് എന്തെങ്കിലും വയ്യാണ്ട് വന്നാൽ എല്ലാവരും കൂടി ചുമക്കാൻ നിനക്ക് കഴിയില്ലല്ലോ ബാലു. രാജുവേട്ടൻ്റെ ചികിത്സയ്ക്കുള്ള പണം ഏതായാലും ഞാൻ തന്നയക്കാം, ബാലു ആദ്യമായി ശബ്ദിച്ചു. അത്രയെങ്കിലും സമ്മതിച്ചല്ലോ മോനെ. ആകെയുള്ളതൊരു പെങ്കൊച്ചിന് 5 വയസ്സേ ആയുള്ളൂ. ഇത്രയും പിച്ചിക്കണ്ട കേട്ടോ. മായച്ചിക്ക് 2 പെണ്ണാ. മൂത്തവൾക്ക് ആലോചന വന്നു തുടങ്ങി. ഇക്കണക്കിന് ഞാനും രാജേട്ടനും പച്ചവെള്ളം ചവച്ച് കുടിക്കണമല്ലോ. പിന്നീട് ഒന്നിനും അയാൾ മറുപടി പറഞ്ഞില്ല. മായ മടങ്ങിപ്പോകാൻ ഇറങ്ങിയപ്പോഴും അമ്മ ഉറക്കമുണർന്നിരുന്നില്ല. അതുകൊണ്ട് അവളെ അമ്മമ്മയോടൊപ്പം ഫ്ലാറ്റിലാക്കിയിട്ടാണ് ബാലു ചേച്ചിയെയും കൊണ്ട് കാറിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടത്. നിങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയ കാലത്ത് ഒരിക്കലേ ഉമ്മയുടെ അമ്മയെ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളൂ. അന്നത്തേതിലും 10 വയസ്സ് കുറഞ്ഞിരിക്കണം അവർക്കിപ്പോൾ. ചുണ്ടിലൊക്കെ ലിപ്സ്റ്റിക് തേച്ചിരിക്കണം. മുടി ഒരിടം നരച്ചിട്ടില്ല. ഡൈ അല്ലേ? ഉമ്മയുടെ അനിയത്തിയാണെന്ന് തോന്നും കണ്ടാൽ. ആ തന്ത പക്ഷേ നരച്ചു കുറച്ച് ആ അമ്മയുടെ അപ്പൂപ്പൻ്റെ പരുവായിരിക്കണം. മായ വായ്പത്തി ഇച്ചിരി അമർത്തി. കലാകാരിയല്ലേ ചേച്ചി അവർ, പ്രത്യേകിച്ചും ഒരു നർത്തകി. രൂപവും മുഖവും ഒക്കെ നന്നായി സൂക്ഷിക്കേണ്ടത് ആവശ്യമല്ലേ? കാഴ്ചക്കാർക്ക് ആരാധന തോന്നണമെങ്കിൽ നരച്ചു കുരയ്ക്കാൻ പാടില്ല. ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഈ രംഗത്തുള്ള അധികവും. അതൊരു തെറ്റുമല്ല. നമ്മുടെ അഭംഗികൾ തുറന്നു കാട്ടുകയല്ല, മൂടി വയ്ക്കുകയാണ് വേണ്ടത്. മകളെ മാത്രമല്ലേ? അമ്മയെ പറഞ്ഞാലും നിനക്ക് സഹിക്കില്ല അല്ലേ? എന്തിനാ മറ്റുള്ളവരെ കുറിച്ച് മോശമായി പറയുന്നത്? ഈ വേഷം കെട്ടി നടക്കുന്നവർക്ക് മറ്റുള്ളവരെക്കുറിച്ച് മോശമായി പറയാം അല്ലേ? അവരുടെ പ്രായം തന്നെയുള്ളൂ നമ്മുടെ അമ്മയ്ക്കും. പട്ടിണിയും കഷ്ടപ്പാടും ഉണ്ടായിരുന്നെങ്കിലും നല്ല അച്ചടക്കമായി ജീവിച്ചവരാ നമ്മുടെ അമ്മ. അച്ഛൻ ഉപേക്ഷിച്ചത് അച്ഛൻ്റെ തെറ്റ്. അതിന് ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്ന് നീ കേട്ടിട്ടില്ലല്ലോ. അമ്മ അഴിഞ്ഞാടി നടന്നുകൊണ്ടാണ് അച്ഛൻ നമ്മളെ വിട്ടുപോയി വേറെ കല്യാണം കഴിച്ചതെന്ന്. മുമ്പും പിമ്പും നോക്കാതെ ഞാൻ 4-5 വർത്തമാനം അങ്ങ് പറഞ്ഞു. എള്ളിൽ വീണ ഒച്ച പോലെയായി ആ ഡ്യൂപ്ലിക്കേറ്റ് ഹേമാലിനി. മതി മായച്ചി, എൻ്റെ തല പെരുക്കുന്നു. ഞാൻ ഇങ്ങോട്ട് പോരണമെന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അഞ്ജലി എന്നെ വിളിച്ച് പറഞ്ഞെന്താണെന്ന് അറിയുമോ? എത്രയും പെട്ടെന്ന് നിന്നെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണമെന്ന്. നിനക്ക് ഇനിയെങ്കിലും ജീവിതം ഉണ്ടാവണമെന്ന്. ഡോക്ടർ ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിൻ്റെ തലയ്ക്ക് മുകളിൽ കയറുന്നവളാവാത്തത് ഇരുന്നാൽ മാത്രം മതി. നിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഞങ്ങൾ 2 പെങ്ങന്മാരും തീ തിന്നുക. അമ്മയ്ക്ക് അത്രയും തെണ്ണമില്ല. അമ്മ ദാമ്പത്യസുഖം അനുഭവിച്ചിട്ടില്ലല്ലോ. 3 പ്രസവിച്ചെങ്കിലും നരകത്തിൽ ജീവിച്ചവരല്ലേ നമ്മുടെ അമ്മ. അപ്പോഴേക്കും കാർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റും കേട്ടു. അന്ന് രാത്രി അമ്മ സന്തോഷവതിയായിരുന്നു. അച്ഛമ്മ അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുത്തു, കഥകൾ പറഞ്ഞു കൊടുത്തു, കൂടെ കിടത്തി ഉറക്കി. പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും പൊതുവെ ബാല്യത്തിൽ സ്ത്രീകളുടെ സാമീപ്യമാണ് ആഗ്രഹിക്കുക. ഒരു പുരുഷന് ഒരിക്കലും അതിന് പകരമാവാനാവില്ലെന്ന് ബാലുവിന് ബോധ്യമായി. അമ്മ ഉറങ്ങിയ ശേഷം രാത്രി അയാൾ ഡോക്ടർ റബേക്കയെ വിളിച്ചു. ഉമ്മയെ റൂമിലേക്ക് മാറ്റി ബാലു. വേണമെങ്കിൽ അവളെ ഡിസ്ചാർജ് ചെയ്യാവുന്നതേയുള്ളൂ. പക്ഷേ അവൾ ഹോസ്പിറ്റലിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന പോലെ തോന്നി. എന്നാലും നാളെയോ മറ്റന്നാളോ നിർബന്ധിച്ച് പറഞ്ഞയക്കും. അവൾക്കും ഹോസ്പിറ്റലിൽ പോകേണ്ടതല്ലേ? ഇപ്പോൾ എങ്ങനെയുണ്ട് അവളുടെ മൂഡ്? ബാലു പോയ ശേഷം അവൾ തീർത്തും ശാന്തയാണ്. മുറിയിൽ അവളോടൊപ്പം മഹേഷ് മാമും അപ്പുവുമാണ്.
അമ്മയോട് പക്ഷേ അവൾ മിണ്ടുന്നില്ല ബാലു. ഇന്ന് അവർ എൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. ബാലുമായി ബന്ധമില്ലാത്ത എന്തോ ഒരു പ്രശ്നം അവളെ അലട്ടുന്നുണ്ട്. ഒരു പക്ഷേ അമ്മയും അച്ഛനുമായി കണക്ട് ചെയ്ത എന്തെങ്കിലും ആവും. അപ്പവുമായി ഉമ നല്ല കമ്പനിയാണ്, അവനും ഹാപ്പിയാണ്. എങ്കിലും തനിച്ച് കണ്ടപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അച്ഛനുമായി ഒന്ന് സംസാരിക്കാൻ ചാൻസ് ഉണ്ടാക്കാമെന്ന്. സ്കൂളിൽ വന്ന് അച്ഛൻ കണ്ടോളുമെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. ഹോസ്പിറ്റലിൽ വെച്ച് ഉമ്മയുമായും ബാലുവിനെ കാണാൻ പറ്റുമല്ലോ. പെരുമാറ്റത്തിൽ വളരെ സൂക്ഷിക്കണേ. ഇനിയും അവളൊരു അറ്റംപ്റ്റ് നടത്തരുത്. ആ ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്താലോ എന്നാ ഡോക്ടർ ഞാൻ ആലോചിക്കുന്നത്. ഹിമയും അവിടെയുള്ള സ്ഥിതിക്ക് ആ അപവാദം ഒഴിവാക്കാമല്ലോ. ആ കുട്ടിക്കും ഒരു ഭാവിയുള്ളതല്ലേ. അതൊക്കെ ആലോചിച്ചിട്ട് ചെയ്താൽ മതി ബാലു. ഇയാൾ സൈമൺ ചൈനുമായി ഒന്ന് ബന്ധപ്പെടണം. പുള്ളിക്കാരന് എന്തൊക്കെയോ പറയാനുണ്ട്. സൈമണേട്ടനെ ഞാൻ വിളിക്കാം ഡോക്ടർ. പിന്നൊരു കാര്യം, താരാനാഥൻ എപ്പോഴെങ്കിലും അവിടെ വന്നായിരുന്നോ? ഇല്ല ബാലു, അതിപ്പോഴും ഒരു കല്ലായി എൻ്റെ ഉള്ളിൽ കിടക്കുന്നു. മഹേശ്വരി മാമിനോട് ചോദിച്ചാലോ എന്ന് വിചാരിച്ചതാ. അങ്ങനെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ എങ്ങനെയെന്ന് അറിഞ്ഞോർത്ത് അവർ അമ്പരന്നാലൊന്ന് ചോദിച്ച് വേണ്ടാന്ന് വെച്ചു. അത് നന്നായി. ശരി ബാലു, ഞാൻ നൈറ്റ് ഡ്യൂട്ടിയിലാണ്. ഓക്കെ ഡോക്ടർ. ഞാൻ ഇനി എപ്പോഴും വിളിച്ച് ഡോക്ടറെ ശല്യപ്പെടുത്തില്ല. എന്തെങ്കിലും ന്യൂസ് ഉണ്ടായാൽ ഒരു മിസ്റിട്ടാൽ മതി. എന്താ ബാലു ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കും സൈമണച്ചേനും ബാലു ഉമ്മയും കൂടപ്പിറപ്പുകൾ പോലെയാ. ഒരുപാട് ബന്ധുക്കളുള്ളവരാ ഞങ്ങൾ. ലോകം മുഴുവൻ ബന്ധുക്കൾ പരന്നു കിടക്കുന്നവരാ. ആർക്കും ഒന്ന് വിളിക്കാൻ പോലും നേരമില്ല. പിന്നെയാ വരവ്. ക്രിസ്മസിനും ന്യൂ ഇയറിനുമൊക്കെ ആശംസ സന്ദേശങ്ങൾ വരും, അത്രമാത്രം. ശരി ബാലു, ഗുഡ് നൈറ്റ്. പിറ്റേന്ന് രാവിലെ അമ്മു സന്തോഷമായി സ്കൂളിൽ പോകാൻ തയ്യാറായി. ബാലുവിന് അമ്മുവിനൊപ്പം കാറിൻ്റെ പിൻസീറ്റിൽ സരളയും കയറി. അപ്പുവിൻ്റെ സ്കൂളിൽ കയറി അവൻ വന്നിട്ടുണ്ടെന്ന് നോക്കാം മോനെ, അവർ ആവശ്യപ്പെട്ടു. ബാലു സമ്മതിച്ചു. അപ്പു പക്ഷേ അന്ന് സ്കൂളിൽ ആബ്സെൻ്റ് ആയിരുന്നു. അതിൻ്റെ പേരിൽ അന്നും മമ്മാസിൽ കയറാൻ അമ്മു മടി പറയുമെന്ന് അയാൾ സംശയിച്ചു. അച്ചമ്മയുടെ ഉപദേശത്തിന് വഴങ്ങി അവൾ അന്ന് സന്തോഷമായി അകത്തേക്ക് ഓടിപ്പോയി. മെയിൻ റോഡിലെത്തിയപ്പോൾ തിരിഞ്ഞു നിന്ന് പുഞ്ചിരിയോടെ കൈവീശുകയും ചെയ്തു. പിറ്റേന്ന് അപ്പു സ്കൂളിലുണ്ടായിരുന്നു. അച്ഛനെ കണ്ട് അവൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായോ മോനെ? വെളുപ്പിനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നച്ചാ. വീട്ടിൽ വന്നയുടനെ മീനു ആൻറ്റി എന്നെ റെഡിയാക്കി സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടു. മോനിപ്പോൾ സ്കൂൾ ബസ്സിലാണോ വന്നത്? അതെ അച്ഛാ. ഇനിയിപ്പോൾ അങ്ങനെ പറ്റൂ. വല്ലപ്പോഴും അമ്മ കാറിൽ കൊണ്ടുവിടുമായിരിക്കും. അച്ഛൻ ഇനി മുതൽ ഫ്ലാറ്റിലായിരിക്കില്ലേ? ബാലുവിന് ഉത്തരമില്ലാതെയായി. അമ്മുവിനെ മമ്മാസിലാക്കിയോ അച്ഛാ? ഉവ്വ് മോനെ. ഇന്നലെ അമ്മുവിനെയും കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. പക്ഷേ മോൻ ഇന്നലെ സ്കൂളിലായിരുന്നല്ലോ. ഇന്നും ഉണ്ടാവുമോ എന്ന് അച്ഛൻ സംശയിച്ചു. അതാ അമ്മുവിനെ അവിടെ ഡ്രോപ്പ് ചെയ്തു പോകുന്നത്. ഇന്നും മോനില്ലായിരുന്നെങ്കിൽ അവൾ സങ്കടപ്പെട്ടേനെ. ഇന്നലെ ഞങ്ങളുടെ ഒപ്പം മോൻ്റെ അച്ഛമ്മയും ഉണ്ടായിരുന്നു. അച്ഛമ്മ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നുച്ചാ. പക്ഷേ അമ്മമ്മ പറയേണ്ട മോനെ, സാരമില്ല. ഇപ്പോൾ അമ്മയുടെയും മോൻ്റെ ഒപ്പം ആരൊക്കെ വീട്ടിലുണ്ട്? അമ്മമ്മ മാത്രം. അപ്പൂപ്പൻ തലശ്ശേരിക്ക് മടങ്ങി. പക്ഷേ അമ്മമ്മയും അമ്മയും തമ്മിൽ പിണക്കത്തില. അമ്മ അമ്മമ്മയോട് മിണ്ടണതേയില്ല. അതെന്താ? അറിയില്ല അച്ഛാ. താരനാഥനെങ്കിൽ വരാറുണ്ടോ? പൊടുന്നനെ അപ്പുവിൻ്റെ മുഖം ഇരുണ്ടു. കണ്ണുകളിൽ കാലുഷ്യം നിറഞ്ഞു. മുന്നേ അവന് അയാളോട് വിരോധം ഉണ്ടായിരുന്നതല്ല. എന്താ മോനെ? ബാലുവിന് ഉത്കണ്ഠയായി. ഒന്നുമില്ല. അപ്പു തലയിളക്കി. അപ്പോൾ സ്കൂളിൽ നിന്ന് ഫസ്റ്റ് ബെല്ലും മുഴങ്ങി. മോൻ പോയിക്കോ, നാളെ അച്ഛൻ അമ്മുവിനെയും കൊണ്ടുവരാം. അപ്പു തിരിഞ്ഞു നടന്നു. ക്ലാസ്സിൽ മറയും മുമ്പ് അവൻ ഒരു തവണ പോലും തിരിഞ്ഞു നോക്കിയില്ല. താരനാഥനുള്ള ദേഷ്യമാണോ അപ്പുവിനെ പ്രകോപിതനാക്കിയത്? ബാലുവിന് അതൊരു പുതിയ അറിവായിരുന്നു. അപ്പുവിന് അന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനേ കഴിഞ്ഞില്ല. താരങ്ങളുടെ മുഖം ഉള്ളിൽ വിഷമായി കലർന്നിരുന്നു. പക്ഷേ ആരോടും ഒന്നും പറയാൻ വയ്യ. യു സോമബാലൻ, സ്റ്റാൻഡപ്പ്. സോജ മിസ്സിൻ്റെ തുളഞ്ഞു കയറുന്ന ആജ്ഞയിൽ നടുങ്ങി അവൻ ചാടി എഴുന്നേറ്റു. ആൻസർ മൈ ക്വസ്റ്റ്യൻ, അവർ കൽപ്പിച്ചു. തൊട്ടുമുമ്പ് അവർ ക്ലാസ്സിലെ മറ്റൊരു വിദ്യാർത്ഥിയോട് ചോദിച്ച ചോദ്യം അപ്പു കേട്ടിരുന്നില്ല. ചോദ്യം ആവർത്തിക്കാഞ്ഞ നിലയ്ക്ക് അവന് ഉത്തരം പറയാനും കഴിഞ്ഞില്ല. ചോദ്യം കേട്ടിട്ടും ഉത്തരം പറയാനാവുന്ന വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ ഇരിക്കാൻ അനുവദിച്ചിട്ട് ചോദ്യമേ കേൾക്കാത്ത കുറ്റത്തിന് അപ്പുവിനെ അവർ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. പരാതിയിൽ അവൻ ശബ്ദമില്ലാതെ കരഞ്ഞു. വൈകുന്നേരം സ്കൂൾ ബസ്സിൽ കയറി വീടിന് മുന്നിൽ ഇറങ്ങി. അപ്പു ഗേറ്റ് കടന്ന് സിറ്റ് ഔട്ടിലെത്തി. ഹാങ്ങിങ് സെറ്റിലിരുന്ന് അമ്മാമ്മ അന്നത്തെ ഇംഗ്ലീഷ് പത്രം വായിക്കുകയായിരുന്നു. അവനെ കണ്ടതും മഹേശ്വരി തിരുമുൽപ്പാട് പത്രത്തിൽ നിന്ന് മുഖം തിരിച്ചു. അപ്പോൾ നിനക്കുള്ള ചായ മീനു ഫ്ലാസ്കിലാക്കി വെച്ചിട്ടുണ്ട്. മേശപ്പുറത്തുള്ള കാസറോളിൽ എന്തോ പലഹാരവുമുണ്ട്. ചിപ്സും ബിസ്ക്കറ്റുമൊക്കെ ഇരിക്കുന്ന സ്ഥലം നിനക്കറിയാമല്ലോ. എന്താ വേണ്ടതെന്ന് വെച്ചാൽ കഴിച്ചിട്ട് വേഗം ട്യൂഷന് പോയിക്കോളൂ. നീ സൈക്കിളിലാണ് പോകുന്നതെന്ന് മീനു പറഞ്ഞു. നിൻ്റെ അമ്മ മൗനവ്രതമായതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ പോയാൽ അവൾ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങിയാലുടൻ ഞാനും തലശ്ശേരിക്ക് പോകും. വരുന്നാഴ്ച എനിക്കൊരു നോർത്ത് ഇന്ത്യൻ പര്യടനമുണ്ട്. അതിനുവേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്യാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല.
അമ്മമ്മയുടെ പ്രഭാഷണം പൂർത്തിയാകും മുമ്പേ അപ്പു അകത്തേക്ക് നടന്നു. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അച്ഛൻ്റെ മുറി തുറന്നു കിടക്കുകയാണ്. അത്യാവശ്യം വസ്ത്രങ്ങളല്ലാതെ ഒന്നും അച്ഛൻ കൊണ്ടുപോയിട്ടില്ല. ആ മുറിക്ക് മുന്നിലെത്തിയപ്പോൾ അവന് വല്ലാത്ത സങ്കടം വന്നു. ഡൈനിങ് റൂമിൽ ചെന്ന് ഒരു കപ്പ് ചായ മാത്രം കഴിച്ചിട്ട് അപ്പു സ്റ്റെയർ കേസ് കയറി മുകളിലെത്തി അമ്മയുടെ മുറിയിലേക്ക് എത്തി നോക്കി. ഉറങ്ങുകയല്ല, ലാപ്ടോപ്പുമായി കിടക്കയിലിരുന്ന് അതിൽ എന്തൊക്കെയോ തപ്പിപ്പെറുക്കുകയാണ്. താഴെ ചെന്ന് സൈക്കിളെടുത്ത് അവൻ സ്ഥലം വിട്ടു. സ്റ്റെയർ കേസ് കയറി മഹേശ്വരി തിരുമൽപ്പാട് മുകളിലെത്തിയപ്പോഴോ ഉമ്മ ലാപ്ടോപ്പിൽ സെർച്ചിലാണ്. നാളെ മുതൽ നീ ഹോസ്പിറ്റലിൽ പോയി തുടങ്ങുമോ? വാതിൽക്കൽ നിന്നുകൊണ്ട് മഹേശ്വരി തിരക്കി. അതെങ്കിലും ഒന്ന് മൊഴിയേ. എൻ്റെ അടുത്ത് മാത്രമാണല്ലോ ഈ മൗനയുദ്ധം. ബാക്കിയുള്ളവരോടെല്ലാം വാചകമടിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ അനുവാദത്തോടെയല്ല ഈ വൃത്തികെട്ട ബന്ധത്തിൽ ചെന്ന് ചാടിയത്. എന്നോട് ചോദിച്ചിട്ടല്ല അത് വലിച്ചെറിഞ്ഞതും. എന്തെങ്കിലും ഒരു മറുപടി കേട്ടിട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് പോവാൻ. എൻ്റെ ഭർത്താവ് പോലും എന്നെ ഇങ്ങനെ അവഹേളിച്ചിട്ടില്ല. പറയ്, ഞാൻ എന്താണ് എന്നോട് ചെയ്തത്? അതോടെ മടിയിലിരുന്ന ലാപ്ടോപ്പ് ഉമ്മ കിടക്കയിലേക്കിട്ടു. പറഞ്ഞ് പാഞ്ഞ് അമ്മയുടെ മുന്നിലെത്തി. പറയട്ടെ ഞാൻ? അവൾ തിളച്ചു. അത് കേട്ടാൽ നിന്ന നിൽപ്പിൽ നിങ്ങൾ ദഹിക്കും. പറയട്ടെ ഞാൻ? മഹേശ്വരിക്ക് ഉത്തരമില്ലാതെയായി. എന്നും അമ്മയെ ആരാധിച്ചിരുന്ന മകൾക്കാണ് ഈ മാറ്റം. അച്ഛൻ്റെ മുഖച്ഛായയായിരുന്നിട്ടും മകളുടെ പേരിന് പിന്നിൽ സ്വന്തം പേര് ചേർത്ത് സ്കൂളിൽ നൽകി. സ്വന്തം കലാപാഠവോ മകൾക്ക് കിട്ടിയില്ലെങ്കിലും നൃത്താചാര്യയായ മഹേശ്വരിയുടെ മകളാണ് ഡോക്ടർ ഉമാ മഹേശ്വരി എന്നത് എത്ര അഭിമാനമായിരുന്നു. പക്ഷേ ഒരു ആത്മഹത്യ ശ്രമത്തിൽ നിന്ന് കണ്ണുകൾ തുറന്ന് എഴുന്നേറ്റതോടെ മകൾ തൻ്റെ ആജന്മ ശത്രുവായിരിക്കുന്നു. എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത്? അമ്മയെ ദഹിപ്പിക്കാൻ പോകുന്ന എന്താണ് തൻ്റെ ജീവൻ്റെ ഭാഗമായ മകൾക്ക് പറയാനുള്ളത്? എന്തേ മിണ്ടാത്തത്? ഉമ്മയുടെ ചുണ്ടുകൾ വീണ്ടും വിറച്ചു. എൻ്റെ അമ്മ എന്നോട് ചെയ്ത ചതി പറയട്ടെ ഞാൻ? പക്ഷേ പിന്നീട് നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കില്ല. വീണ്ടും ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കേണ്ടി വരും. ഇത്തവണ ആർക്കും എന്നെ രക്ഷിക്കാനുമാവില്ല. എൻ്റെ മൃതദേഹം പോലും ആരും കാണില്ല. മഹേശ്വരിയുടെ മുഖം താണു. ആ കണ്ണുകളിൽ നിന്ന് തുള്ളികൾ അടർന്നു. ഉത്തരം മുട്ടിയല്ലേ? ഉമ്മ കിതച്ചു. ഞാൻ പറയാതെ തന്നെ കാര്യം മനസ്സിലായില്ലേ? എൻ്റെ ബാലുവിനെ എന്നിൽ നിന്ന് അകറ്റി എൻ്റെ ജീവനായ എൻ്റെ അമ്മുവിനെ എനിക്ക് നഷ്ടമാക്കി. ലോകത്തിലെ മറ്റൊരമ്മയും ഇങ്ങനെ ചെയ്യില്ല. ലോകം ആരാധിക്കുന്ന അതുല്യയായ ഒരു കലാകാരി പക്ഷേ അത് ചെയ്തു. കല കൈവശമുള്ളവർ ഉന്നത മനസ്സും കാഴ്ചപ്പാടും ഉള്ളവരായിരിക്കുമെന്ന് വെറുതെ ഞാൻ സങ്കല്പിച്ചു. പക്ഷേ സരസ്വതി ദേവി മൃഗങ്ങൾക്കും ആ സർഗവരം നൽകാറുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. ഇനി പരസ്പരം കണ്ടുകൊണ്ട് നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാനാവില്ല. എൻ്റെ അപ്പുവിനെയും കൊണ്ട് ഞാൻ ഈ വീട് വിട്ടേക്കാം. മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ ജോലിക്ക് ശ്രമിക്കാം. വേണ്ട, പെട്ടെന്ന് മഹേശ്വരി മുഖമുയർത്തി. എങ്കിലും ഉമ്മയുടെ മുഖത്ത് നോക്കാൻ അവർക്ക് ധൈര്യമുണ്ടായില്ല. ഇത് നിനക്കായി നിൻ്റെ അച്ഛൻ തന്ന വീടല്ലേ? ഇപ്പോൾ തന്നെ ഞാൻ ഇവിടുന്ന് പോയേക്കാം. പക്ഷേ ഒന്നും നിൻ്റെ അച്ഛൻ അറിയണ്ട. മകളുടെ ദാമ്പത്യം തകർത്തവളാണ് എൻ്റെ അമ്മയെങ്കിലും അമ്മയോട് അതേ നാണയത്തിൽ പ്രതികരിക്കാൻ എനിക്കാവില്ല. എൻ്റെ അച്ഛൻ പാവാണ്. മനസ്സ് തകർന്ന് അച്ഛൻ മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നന്ദി, മഹേശ്വരി പറഞ്ഞു. പിന്നെ തിരിഞ്ഞു നടന്നു. അപ്പോൾ തന്നെ അവർ തൻ്റെ വസ്ത്രങ്ങൾ ബാഗിൽ അടുക്കി വെച്ചു. മകളുടെ പഴയ ഫോൺ ഡയറിയിൽ നിന്ന് അടുത്ത ട്രാവൽ ഏജൻസിയുടെ നമ്പർ കണ്ടെത്തി ഒരു ടാക്സി ഏർപ്പാട് ചെയ്തു. വണ്ടി ഗേറ്റിലെത്തിയ അറിയിപ്പ് കിട്ടിയതോ മഹേശ്വരി തൻ്റെ വലിയ ട്രോളി ബാഗും വലിച്ച് വീണ്ടും മകളുടെ മുറിയുടെ വാതിൽക്കലെത്തി. ഞാൻ പോണു. സൂയിസൈഡ് അറ്റംപ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ശേഷം നീ എന്നെ ഒരു തവണ പോലും അമ്മയെന്ന് വിളിച്ചിട്ടില്ല. പക്ഷേ നിന്നെ എനിക്ക് മോളു എന്നല്ലാതെ വിളിക്കാനാവില്ല. എൻ്റെ ഹൃദയത്തിൻ്റെയും ജീവൻ്റെയും ഭാഗമാണ് നീ. അങ്ങനെ മക്കളെ സ്നേഹിക്കുന്നത് നല്ലത് തന്നെയാ. പക്ഷേ വിവാഹശേഷം അവരെ സ്വതന്ത്രമായി വിടണം. ദാമ്പത്യം എന്ന ബന്ധം മാത്രം ഏതു വ്യക്തിയുടെയും സ്വകാര്യതയാണ്. അതിനകത്തേക്ക് അച്ഛനമ്മമാർ നുഴഞ്ഞു കയറാൻ പാടില്ല. അച്ഛൻ നിൻ്റെ സ്വകാര്യതയിൽ ഇടപെട്ടിട്ടേ ഇല്ലല്ലോ. നിനക്ക് അദ്ദേഹം സർവ്വ സ്വാതന്ത്ര്യവും നൽകി. എന്നാൽ അച്ഛനെ പോലെയല്ല അമ്മ. മക്കളുടെ ഉയർച്ചയിൽ ആ മനസ്സ് കുളിരും. അവരുടെ അധപതനത്തിൽ അമ്മ മനസ്സ് തകരും. ഞാൻ അധപതിച്ചു എന്ന് കരുതിയാണോ അമ്മ എന്നോട് ഈ ക്രൂരത കാണിച്ചത്? നിന്നോട് ഞാൻ എന്ത് കാണിച്ചാലും അത് നിൻ്റെ നന്മ മാത്രം കാക്ഷിച്ചിട്ടാ കുട്ടി. അമ്മയുടെ നന്മയല്ല എൻ്റെ നന്മ. നമ്മൾ രണ്ട് വ്യക്തികളാണ്. നമ്മുടെ മനോഭാവവും വ്യത്യസ്തമാണ്. സമ്മതിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഡോക്ടർ ബാലഗോപാലുമായുള്ള നിൻ്റെ ജീവിതം 100% സന്തുഷ്ടമായിരുന്നോ? 100% സന്തുഷ്ടി ആർക്കെങ്കിലും ഉണ്ടോ അമ്മേ? എൻ്റെ ബാല്യത്തിലും കൗമാരത്തിലും യൗവനാരംഭത്തിലും ഒന്നും ഞാൻ 100% സന്തുഷ്ടയായിരുന്നില്ലല്ലോ. അമ്മ തെളിച്ച കലയുടെ വഴിയെ ഞാൻ പോകാഞ്ഞതിൽ അമ്മയ്ക്കും അതൃപ്തി ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ഞാനൊരു ഡോക്ടറായതിൽ അമ്മ എന്നെ പഴിച്ചിട്ടില്ല. ദാമ്പത്യത്തിലെത്തിയപ്പോൾ ഞങ്ങൾ രണ്ട് വ്യക്തികളുടെ അഭിരുചി വ്യത്യാസം കുറേയൊക്കെ അസന്തുഷ്ടി ഉണ്ടാക്കി. എന്നിട്ടും പരസ്പരം ഞങ്ങൾ പിരിയാനൊരുങ്ങിയില്ല. ബാഹ്യപ്രേരണകൾ കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത്. ബാഹ്യപ്രേരണകൾക്ക് നീ വഴങ്ങിയല്ലോ. അത് നിൻ്റെ കുറ്റമല്ലേ? പിന്നിൽ നിന്ന് ചരട് വലിച്ച അമ്മ കുറ്റക്കാരിയല്ല അല്ലേ? ഞാൻ ഏറ്റവും വിശ്വസിച്ച സഹോദരൻ നിർവിശേഷം സ്നേഹിച്ച ഒരാളെ കരുവാക്കിയാണ് അമ്മ ഞങ്ങളെ അകറ്റിയത്. താരനാഥൻ അത്രയ്ക്കൊരു ദുഷ്ടനോ ചതിയനോ ആണെന്ന് ഞാൻ കരുതണില്ല. ഞാനും കരുതിയിരുന്നില്ല.
അതുകൊണ്ടാണ് ചതിയിൽ വീണത്. അയാളെക്കാൾ നീചനായ ഒരാൾ വേറെയില്ലെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ ഭർത്താവിനെയും എന്നെയും തമ്മിൽ അകറ്റിയാൽ എന്നെ ഭാര്യയായി കിട്ടുമെന്ന് അമ്മ അയാളെ വ്യാമോഹിപ്പിച്ചു. അയാളത് വിശ്വസിച്ചു. നുണകൾ കൊരുത്ത് ആ മൃഗം എൻ്റെ ഭർത്താവിനെ പറ്റി എത്രയെത്ര കഥകളാണ് സൃഷ്ടിച്ചത്. അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ ആരെയും വ്യാമോഹിപ്പിച്ചിട്ടുമില്ല. നിന്നെ ആഗ്രഹിച്ച് അവൻ സ്വയം ചെയ്തതല്ല. നിൻ്റെ ഭർത്താവിനെയും ആ കുടുംബത്തെയും എനിക്ക് ഇഷ്ടമല്ലായിരുന്നുകൊണ്ട് ഞാനത് കണ്ടില്ലെന്ന് നടിച്ചു. ഡോക്ടർ ബാലഗോപാലിൻ്റെ ഒപ്പം നീ പോകും മുമ്പേ അവൻ നിന്നെ സ്നേഹിച്ചിരുന്നു എന്നതാ സത്യം. എന്നിട്ട് ധാരാട്ടൻ എൻ്റെ സ്വന്തം ഏട്ടനാണെന്നാണല്ലോ അമ്മ എനിക്ക് പറഞ്ഞു തന്നത്. കുട്ടിക്കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. എന്നാലും ഒരേ അച്ഛനമ്മമാരുടെ മക്കളല്ല നിങ്ങളെന്ന് അവനറിയാമായിരുന്നല്ലോ. വളർന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ പുതിയൊരു ആശ നാമ്പെടുത്തതാവും. മനുഷ്യൻ്റെ മനസ്സല്ലേ. എനിക്ക് സംശയം തോന്നിയിരുന്നു. ഞാൻ പക്ഷേ പ്രോത്സാഹിപ്പിച്ചുമില്ല, നിരുത്സാഹപ്പെടുത്തിയുമില്ല, നിൻ്റെ അടുത്ത് സൂചിപ്പിച്ചുമില്ല. അമ്മ ഒരു നല്ല വ്യക്തിയായിരുന്നെങ്കിൽ തുടക്കത്തിലെ തന്നെ നിരുത്സാഹപ്പെടുത്താമായിരുന്നു. എൻ്റെ അടുത്ത് വാൺ ചെയ്യാനും മടിക്കില്ലായിരുന്നു. എങ്കിൽ കുരുന്നിലെ ഞാൻ ആ ആശ നുള്ളിയേനെ. നിൻ്റെ മനോഭാവമായിരുന്നില്ലല്ലോ എൻ്റേത്. 5-ാം വയസ്സ് മുതൽ എൻ്റെ ഒപ്പം ജീവിക്കുന്ന കുട്ടി. നീ അന്ന് കൈക്കുഞ്ഞാ. നിന്നെപ്പോലെ തന്നെയായിരുന്നു എനിക്ക് അവനും. നിന്നേക്കാൾ സ്നേഹമായിരുന്നു അവന് എന്നോട്. ഞാൻ പറയുന്നതിനപ്പുറം ഒന്നുമില്ല അവന്. ബാലഗോപാലിനെ പോലെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ അല്ലെങ്കിലും എൻജിനീയറിംഗ് റാങ്കോടെ ജയിച്ചവനാ താര. ഒപ്പം കലയിലും കേമൻ. മോഹിനിയാട്ടത്തിൽ മാത്രമല്ല, ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും ഒഡീസിയിലും കഥക്കിലും കഥകളിയിലുമെല്ലാം പ്രവീണൻ. കൊറിയോഗ്രാഫറായാണ് സിനിമയിൽ കയറിയതെങ്കിലും 2 ആണ്ട് തികയും മുമ്പേ പേരെടുത്ത നടനായി. അവന് ഇങ്ങനെയൊരു ആശയുണ്ടെങ്കിൽ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് അത് എന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ആശിക്കുന്നത് എന്നെയാണെങ്കിൽ ഞാനൊരു വസ്തുവല്ലല്ലോ, വ്യക്തിയല്ലേ. എൻ്റെ അഭിപ്രായം കൂടി തിരക്കണ്ടേ. തിരക്കാൻ തീരുമാനിച്ചിരുന്നപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള വിവാഹ ഉടമ്പടിയും കൂടാതെ നീ ബാലഗോപാലിനൊപ്പം ഒരുമിച്ച് പാർക്കാൻ തുടങ്ങിയത്. നാണക്കേട് കാരണം ഞാനും നിൻ്റെ അച്ഛനും തലയുയർത്താനാവാതെയാണ് ജീവിച്ചത്. ഞങ്ങൾ പ്രശസ്തരായതുകൊണ്ട് ആ സംഭവത്തിനും ആവശ്യത്തിലധികം പ്രചാരണം കിട്ടി. നീ ഉപേക്ഷിക്കും മുമ്പേ നിന്നെ അവൻ ഉപേക്ഷിച്ച് കടന്നു കളയുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അത് നടന്നു കാണാത്തതുകൊണ്ടാവും കൈവശമുള്ള വിനീത വിധേയനായ ആളെ ആ ദൗത്യം ഏൽപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, താര ചെയ്തതൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലെന്ന്. 40 അടുത്തിട്ടും അവൻ വിവാഹം കഴിക്കാനതിൽ എന്നേക്കാൾ വിഷമം നിൻ്റെ അച്ഛനായിരുന്നു. ബാലഗോപാലിനേക്കാൾ ഞങ്ങളെ സ്നേഹിച്ചതും താരയായിരുന്നു. അതുകൊണ്ടാണ് നിൻ്റെ ദാമ്പത്യം തകർന്നാലും അവനൊരു ജീവിതമുണ്ടായിക്കോട്ടെ എന്ന് ഞാൻ ആശിച്ചത്. എൻ്റെ കുട്ടികൾ 2 വഴിക്ക് പിരിയതിനെക്കുറിച്ച് അമ്മ ചിന്തിച്ചോ? അമ്മുവിനെ ബാലഗോപാൽ കൊണ്ടുപോയതിൻ്റെ സങ്കടത്തിലാവും നീ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന ആദ്യം ഞാൻ വിചാരിച്ചത്. നിങ്ങൾ തമ്മിൽ നിയമം അംഗീകരിച്ച ഒരു വിവാഹ ഉടമ്പടി നിലവിലില്ലായിരുന്ന സ്ഥിതിക്ക് മോളെ കൊണ്ടുപോകാൻ അയാൾക്ക് എന്താ അവകാശം? ഒടുവിൽ കുട്ടിയെ അയാൾ തിരിച്ചു കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടും നീ എന്തിനാ അവളെ തിരികെ കൊടുത്തത്? എൻ്റെ കുറ്റബോധം കൊണ്ട്. ബാലുവിനോട് ഞാൻ ഇതുവരെയും ചെയ്തത് തെറ്റായിപ്പോയെന്ന് മനസ്സിലായതുകൊണ്ട്. എന്തായാലും മണ്ടത്തരമാണ് നീ ചെയ്തത്. മോഹിനിയാട്ടത്തിൽ ഒരു അപൂർവ വാഗ്ദാനമാവേണ്ട കുട്ടിയാമോ. നർത്തകി മുഖവും രൂപവുമുള്ള സുന്ദരിക്കുട്ടി. ഭാവയാമി എന്ന് ഞാൻ അവൾക്ക് പേരിട്ടത് അതുകൊണ്ടാണ്. നൃത്തവേദിയിൽ ആ പേര് അനൗൺസ് ചെയ്യുന്നത് സങ്കല്പിച്ച് ഞാൻ കോരി തരിച്ചിട്ടുണ്ട്. അമ്മുവിന് നർത്തകി മുഖവും രൂപവും ഉണ്ടെങ്കിൽ അമ്മ ഏത് സമയവും അവഹേളിക്കുന്ന ബാലുവിൻ്റെ അമ്മ സരളമ്മയ്ക്ക് അവകാശപ്പെട്ടതാ ആ സിദ്ധി. അതുകൊണ്ടാണ് അവൾ കൂടെ വേണമെന്ന് ബാലുവിന് നിർബന്ധം. ബാലു ആവശ്യപ്പെട്ടാൽ അപ്പുവിനെ കൂടി വിട്ടുകൊടുക്കാൻ ഞാനിപ്പോൾ തയ്യാറാണ്. എൻ്റെ ബാലുവിനെ പറ്റി പറഞ്ഞതെല്ലാം നുണയായിരുന്നെന്ന് താരനാഥൻ ഏറ്റു പറഞ്ഞതോടെ എനിക്ക് ഇനി ജീവിക്കണമെന്ന് പോലും ഇല്ലാതായി. മഹേശ്വരി ഒന്ന് വല്ലാതെയായി. ആ പുരികങ്ങൾ ചുളിഞ്ഞു. നിൻ്റെ അടുത്ത് ബാലുവിനെ പറ്റി പറഞ്ഞതെല്ലാം നുണയാണെന്ന് താര ഏറ്റു പറഞ്ഞോ? ദുഷ്ടനാണെങ്കിലും അവസാന നിമിഷത്തിൽ സത്യം പറയാനുള്ള മനസ്സ് കാട്ടി. എൻ്റെ അമ്മയേക്കാൾ ഭേദം. ബാലു പിരിഞ്ഞുപോയ കാര്യം ഞാൻ അയാളെ ഫോണിൽ അറിയിച്ചിരുന്നു. സന്ധ്യയ്ക്ക് എന്നെ കാണാൻ ഇവിടെ വന്നത്. എനിക്ക് എന്നെന്നും തുണയും എൻ്റെ മക്കൾക്ക് ഇരുന്നോളാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇത്രയും കാലം സഹോദരനായി കണ്ട മനുഷ്യൻ്റെ പുറംപൂച്ച് അടർന്നത്. എനിക്കിനി ഒരു 2ാം ഭർത്താവും എൻ്റെ കുട്ടികൾക്ക് ഒരു 2ാം അച്ഛനും ഉണ്ടാവില്ലെന്ന് ഞാൻ തീർത്ത് പറഞ്ഞു. 11 വർഷമായി എന്നോട് ചെയ്തിരുന്ന ചതി ഏറ്റുചൊല്ലിയത് അപ്പോഴാണ്. എനിക്കത് സഹിക്കാനായില്ല, ക്ഷമിക്കാനും. ഇറങ്ങിപ്പോവാൻ പറഞ്ഞു ഞാൻ. എൻ്റെ ഭാര്യയോട് ചെയ്തോർത്തപ്പോൾ മരിക്കണമെന്ന് തോന്നി. ഈ ഉമ്മ മുഖം പൊത്തിപ്പിടിച്ചു. മോളെ. മഹേശ്വരി ആ അരികിലെത്തി. വേണ്ട. ഉമ്മ പിന്നോട്ട് മാറി. എന്നെ ഇനി ആശ്വസിപ്പിക്കാൻ ആർക്കുമാവില്ല. പറഞ്ഞുവിട്ട ആളെ തിരിച്ചു വിളിക്കാനും എനിക്ക് വയ്യ. ചെയ്ത തെറ്റിന് എന്നെ തന്നെ ശിക്ഷിക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ വീടിൻ്റെ ഗേറ്റിൽ നിന്ന് ടാക്സിക്കാരൻ്റെ ഹോൺ കേട്ടു. ടാക്സി വെയിറ്റ് ചെയ്യുന്നു. വേഗം പോയിക്കോളൂ. തനിച്ചുള്ള ദൂരയാത്രകൾ മഹേശ്വരി തിരുമുൽപ്പാടിന് പുത്തനല്ലെന്ന് എനിക്കറിയാം. എന്നാലും രാത്രിയല്ലേ, ഡ്രൈവർ അപരിചിതനുമല്ലേ. ഏതായാലും അമ്മയോർത്ത് മോള് വിഷമിക്കേണ്ട. മറ്റുള്ളവരുടെ പ്രേരണയിൽ വലിച്ചെറിഞ്ഞതിനെ ഓർത്തല്ലേ നീ സങ്കടപ്പെടുന്നത്. മനുഷ്യൻ അങ്ങനെയാ. കൈവശമുള്ളത് ആർക്കും വേണ്ട. നീ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ശേഷം താരയെ സംബന്ധിച്ച് ഒരു വിവരവുമില്ല. 4 ഫോണും സ്വിച്ച് ഓഫ്. അവന് എന്തു പറ്റിയെന്ന് ഓർത്താ എനിക്കിപ്പോൾ വിഷമം.
താര എന്ന പേര് കേട്ടതോ ഉമയുടെ മുഖം ഇരുണ്ടു. സ്വന്തം മകളുടെ ദാമ്പത്യം തകർന്നതിലല്ല, അത് തകർക്കാൻ ശ്രമിച്ചവന് എന്തു പറ്റിയെന്ന് ഓർത്താ വിഷമം. അങ്ങനെ ഒരു അമ്മയായി മഹേശ്വരി തിരുമുൽപ്പാടിന് മാത്രമേ ഈ ലോകത്ത് കാണൂ. തെറ്റ് ചെയ്തവരെക്കാൾ പ്രേരിപ്പിച്ചവർക്കല്ലേ കുറ്റബോധം അധികം. അപ്പോഴേക്കും ടാക്സിയുടെ സിഗ്നൽ വീണ്ടും ഉണ്ടായി. അതോടെ ഒരക്ഷരവും ശബ്ദിക്കാതെ ട്രോളി ബാഗും വലിച്ച് മഹേശ്വരി പുറത്തേക്ക് നടന്നു. തൊട്ടടുത്ത ടൗൺ വരെയേ അവർ ആ ടാക്സി ഉപയോഗിച്ചുള്ളൂ. അവിടെ മഹേശ്വരിയുടെ സമ്പന്നയും മന്ത്രിപത്നിയുമായ പ്രിയ ശിഷ്യ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ ആതിഥ്യത്തിൽ രാത്രി തങ്ങി പുലർച്ചെ തലശ്ശേരിക്ക് പുറപ്പെടാനായിരുന്നു അവരുടെ തീരുമാനം. അതനുസരിച്ച് മഹേശ്വരി ഭർത്താവിനെ വിളിച്ച് വിവരം അറിയിച്ചു. ഉമ ഇപ്പോൾ എങ്ങനെ? റിട്ടയേർഡ് പ്രൊഫസർ ദേവനാരായണ തിരുമുൽപ്പാട് അന്വേഷിച്ചു. പഴയപടി തന്നെ. അവളൊന്ന് സാധാരണ നിലയിൽ എത്തിയിട്ട് പോന്നാൽ പോരെ തനിക്ക്? അപ്പോൾ എൻ്റെ പല പ്രോഗ്രാംസും തെറ്റും. സാരമില്ല, അവൾ താനെ ശരിയായിക്കോളും. താങ്ങുള്ളപ്പോഴല്ലേ തളർച്ച. അതില്ലാതിരിക്കുന്നതാ നല്ലത്. മകളുമായുണ്ടായ വാഗ്വാദവും പരസ്പരം ഉടലെടുത്ത വൈരവും അവർ ഭംഗിയായി ഭർത്താവിൽ നിന്ന് ഒളിച്ചു. മഹേശ്വരി പോന്ന അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അപ്പു ട്യൂഷൻ കഴിഞ്ഞെത്തി. അമ്മയുടെ ഒപ്പമാണ് അവൻ സപ്പർ കഴിക്കാനിരുന്നത്. പകൽ മാത്രം സേവനം അനുഷ്ഠിച്ചിരുന്ന ഹൗസ് മെയ്ഡ് മീനു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അന്ന് രാത്രിയും നിന്നു. 35 കഴിഞ്ഞ അവൾ അവിവാഹിതയായിരുന്നു. വീട്ടിൽ വയസ്സായ അമ്മയും വിവാഹിതയായ ഏട്ടൻ്റെ കുടുംബവുമുണ്ട്. ഇനി മുതൽ ഇതേ കണക്കിന് രാത്രി കൂടി നിന്നൂടെ മീനുവിന് ഇവിടെ? മറ്റു വീടുകളിലെ ജോലി കൂടി ഉപേക്ഷിച്ചേക്കൂ. സാലറി അതിനനുസരിച്ച് വർദ്ധിപ്പിക്കാൻ ഞാൻ. നൈറ്റ് ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിൽ അപ്പോൾ ഇവിടെ തനിച്ചാവുമെന്ന് ഓർത്ത മീനു ഉമ കെഞ്ചി. എനിക്ക് അസൗകര്യമൊന്നുമില്ല ചേച്ചി. മീനു ഒന്ന് കുഴഞ്ഞു. എന്നാലും ഞാനും ഈ കൊച്ചും തനിച്ച് ഇത്രയും വലിയ വീട്ടിൽ, അതും രാത്രി ഗേറ്റിൽ സെക്യൂരിറ്റി ഉണ്ടാവും മീനു. പിന്നെന്താ? മീനു ആൻറ്റിക്ക് പേടിയാണ്. പാവം പോയിക്കോട്ടെ അമ്മേ, അപ്പു അറിയിച്ചു. ഞാനിവിടെ തനിച്ച് കിടന്നോളാം. അതേതായാലും വേണ്ട മോനെ. മീനു മെല്ലെ അഡ്ജസ്റ്റഡ് ആയി. ഇത്തരം സാഹചര്യങ്ങളിലല്ലേ ചേച്ചി നമ്മൾ മനുഷ്യപ്പറ്റി കാണിക്കേണ്ടത്. ഞാൻ ഏതായാലും ഇനി തൊട്ട് രാത്രി കൂടി നിന്നോളാം. എന്നാലും ഭാര്യ സാറുമായി പിണങ്ങി പിരിയേണ്ട കാര്യമില്ലായിരുന്നു കേട്ടോ. തങ്കം പോലത്തെ സാറാ. മീനുവിൻ്റെ അവസാന വാചകങ്ങൾ ഉമ്മയിൽ മാറ്റമുണ്ടാക്കി. ആ കണ്ണുകളിൽ ഈറനും. അപ്പോൾ അത് ശ്രദ്ധിച്ചു. മുമ്പ് രാത്രി ഉറങ്ങാനായി താഴത്തെ നിലയിൽ അച്ഛൻ്റെ മുറിയുടെ അരികിലായി അവന് പ്രത്യേകമായി ഒരു മുറി നൽകിയിരുന്നു. അമ്മയോടൊപ്പം മുകളിലും. അമ്മയ്ക്ക് നൈറ്റുള്ള ദിവസങ്ങളിൽ അവളെ അച്ഛൻ്റെ ഒപ്പം ആ മുറിയിലും ആക്കും. അന്ന് രാത്രി അപ്പു താഴെയുള്ള മുറിയിൽ കയറിയതും ഉമ്മ പുറകെ വന്ന് വിളിച്ചു. അപ്പു, മുകളിലേക്ക് പോന്നോളൂ, അമ്മയ്ക്കൊപ്പം കിടക്കാം. വേണ്ടമ്മേ, എനിക്ക് താഴെ തനിച്ച് കിടക്കാൻ പേടിയില്ല കേട്ടോ. മോന് പേടിയില്ലെങ്കിലും അമ്മയ്ക്ക് പേടിയുണ്ട്. പറയുന്നത് അനുസരിക്കൂ. അനുസരിക്കാൻ അവന് സന്തോഷമായിരുന്നു. അമ്മയുടെ മുറിയിൽ 2 കിടക്കുകൾ വിരിച്ച് റെഡിയായിരിക്കുന്നു. ഞാനിന്ന് ഹോംവർക്കൊന്നും ചെയ്തില്ല, അപ്പു ഓർമ്മപ്പെടുത്തി. സാരമില്ല, വെളുപ്പിന് അലാറം വെച്ച് അമ്മ ഉണർത്താം. എന്നിട്ട് നാളെ ചെയ്യാം. ഉമ്മ ലൈറ്റ് അണച്ചു. 4-5 നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പുവിന് അമ്മുവിൻ്റെ ഓർമ്മ വന്നു. അമ്മുവും അച്ഛനും ഇപ്പോൾ ഉറങ്ങിക്കാണുമോ അമ്മേ? ഉമ്മയിൽ നിന്ന് മറുപടി ഉണ്ടായില്ല. അല്പം കൂടി കഴിഞ്ഞപ്പോൾ മുറിയിൽ ആരോ ഏങ്ങലുകൾ അമർത്തുന്നതായി അവന് തോന്നി. ബെഡ് സ്വിച്ച് അമർത്തി അപ്പു വിളക്ക് തെളിച്ചു. തലയിണയിൽ മുഖമമർത്തി അമ്മ ശക്തിയിൽ കരയുന്നു. കഥ തുടരും.